മൂന്നാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ചും ആ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ നിഅമത്തുകളാൽ നാം അകപ്പെടുന്ന അപകടങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ മുഹ്ലിക്കാൻ നിഹ്യയിലെ അവസാനത്തെ 2 ഭാഗങ്ങളാണ്. ഒന്ന് മുഹ്ലിക്കാത്ത്, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗമാണ് ചെയ്യാൻ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്, ആത്മത്തിലേക്ക് അവനെ സ്വർഗം ലഭിക്കുന്ന അള്ളാഹുവിന്റെ വൃത്തത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്നാണ് ആ ചർച്ച. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഹ്ലിക്കാത്ത് മാത്രമാണ്. കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ജിയാത്തിലേക്ക് നമ്മൾ എത്തിക്കും. ഈ മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥകൾ, മനുഷ്യനെ നശിപ്പിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലല്ലാതെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നാശങ്ങൾ ഉണ്ടാകുന്നത്. അവൻ്റെ ആഹ്റത്തെ നഷ്ടപ്പെടുത്തുന്നത്, ദുനിയാവിലെ സ്വസ്ഥമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നത്, അവൻ്റെ ഹൃദയത്തെ നശിപ്പിക്കുന്നത്, ഇബാദത്തുകൾക്ക് മുടക്കം പറ്റുന്നത് ഒക്കെ മൂലിക്കാണ്. അതിനെ പരിഹാരം എന്താണ്? ഇത് മനസ്സിലാക്കലും എന്തൊക്കെയാണ് നാശകാരികൾ എന്ന് മനസ്സിലാക്കലുമാണ് ക്ലാസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ നിഅമത്ത് കൊടുക്കപ്പെട്ടവരാണ് ഉലമാക്കൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഏറ്റവും വലിയ നിഅമത്ത് കൊടുക്കപ്പെട്ടവരാണ് ഉലമാക്കൾ. ബുദ്ധി, ചിന്തിക്കാൻ, അറിവ് എല്ലാം മറന്നു. എന്നിട്ടത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവർക്ക് തന്നെയായിരിക്കും. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ 4ാമത്തെ വിഷയമായിരുന്നു ഏറ്റവും വലിയ ഖേദം നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുന്നവൻ വീഴ്ച വരുത്തിയ പണ്ഡിതനാണ്. നിഅമത്തുകൾ കിട്ടി, അറിവ് കിട്ടി, മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ളതായ യോഗ്യതയും കിട്ടി, ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ മനുഷ്യൻ പടുകുഴിയായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഖേദക്കാരനാണ്. സാധാരണക്കാർക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്കിങ്ങനെ പെട്ടുപോയതാണ് എന്നോട് പറയാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് ഒപ്പാട്ട് പ്രസവത്തിൽ ഞങ്ങളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. വിവരമുള്ള ആള് അവന് വീഴ്ച വരും. അവനാണ് ഏറ്റവും വലിയ ഖേദത്തിന്റെ ഉടമായത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇലാജുൽ ഹിർസ് വത്തമഇ വദ്ദവാഉല്ലദി യക്തസിബു ബിഹി സിഫത്തുൽ ഖനാഅ എന്ന ഹെഡിങ്ങിലാണ് ചർച്ച. അലർച്ചയിൽ, തമഴിൽ ജീവിക്കുന്ന മനുഷ്യന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന് എന്താണ്? അതിനുള്ള ചികിത്സ എന്താണ്? അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഖനാഅത്ത് എന്ന് പറയുന്ന അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിയടഞ്ഞ് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ട് നേടാൻ കഴിയും? എന്താണ് ഇതിന്റെ ചികിത്സ? ഈ ദവാ 3 സംഗതികളെ കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നിൽക്കുകയാണ്. 3 സംഗതികളാണ് ഈ ഖനാഅത്ത് ലഭിക്കാനുള്ളതായ മാർഗം. ഒന്ന് അസ്വബർ, സഹിക്കുക, ക്ഷമിക്കുക എന്ന മാർഗം. അതിനേക്കാണ് കൂടുതൽ തെറ്റായ അർത്ഥാണ് സഹിക്കുക. എങ്ങനെയാണ്? ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് നേരിടാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയത് സഹിക്കുക. ആ സഹിക്കലാണ് ഒന്നാമത് വേണ്ടത്. അപ്പോൾ ദാരിദ്ര്യവും സാമ്പത്തികവും വിഷമവും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്
പരാതിപ്പെടാതെ, പ്രയാസങ്ങൾ പറയാതെ അത് സഹിക്കാൻ തയ്യാറാവുക. അക്രമങ്ങളും അനീതികളും അവനോട് ചെയ്യപ്പെടുമ്പോഴും അതിനെ പ്രതികരിക്കാൻ പക്ഷെ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഇത് പ്രതികരിക്കാൻ കഴിഞ്ഞാലും സഹിക്കുക. അങ്ങനെയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച മതിനെ സഹിച്ചു കഴിയും. ഉലുൽ അസ്മ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അമ്പിയാക്കളാണ്, പ്രധാനപ്പെട്ട നബിമാരാണ്. അവരൊക്കെ സഹിച്ചതിൻ്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കി അതുപോലെ സഹിക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു, അവിടെ സഹിച്ചു. നബി നിസ്കരിക്കുന്ന സമയത്ത് കഴുത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടിരുന്നു, സഹിച്ചു. പ്രതികരിച്ചതായ ഒരു ചാർക്കറിയുണ്ട് അവിടെ. നബി അവരെ കൂടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളത്. മോള് വന്നിട്ട് കുറച്ച് പറഞ്ഞു, ഫാത്തിമ ബീവി അത് എടുത്തിട്ട് ഒക്കെ വാരി വെച്ചിട്ട് വൃത്തിയാക്കി. എന്നിട്ട് അബൂജഹലും ഋതുബീബലൊക്കെ ഇരിക്കണോട്ട് ചെന്നിട്ട് നന്നായി സംസാരിച്ചു മോള് ഫാത്തിമ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ച കഥ കാണുന്നില്ല. സഹിച്ച മതി, സഹിക്കണം നിങ്ങൾ. ഈ പ്രവർത്തനം മുന്നോട്ട് നീങ്ങണമെങ്കിൽ, പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ സഹിക്കുക എന്നതിൻ്റെ പിന്നിൽ മാത്രമേ ആ വിജയത്തിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നാമത് സഹിക്കലാണ്. പിന്നെ അറിവുണ്ടെങ്കിൽ മാത്രമേ ഖനാഅത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ, ആ ഒരു അവസ്ഥയിലേക്ക് മാനസികമായ ഒരു മനുഷ്യനെ എത്തിക്കണമെങ്കിൽ ജദിലുള്ള ആൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. അവൻ അല്ലാഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞു, എന്താ പഠിച്ചോ എന്നോട് അങ്ങനെ ചെയ്യാൻ, ഞാനിപ്പോൾ അങ്ങനെയൊന്നും കാട്ടിക്കൂട്ടിയൊന്നും നല്ലല്ലോ പഠിച്ചോന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമുവാണ്. അത് ഇൽമുണ്ടാകുമ്പോഴോ പരാതിപ്പെടില്ല, നാവുകൊണ്ടൊന്നും പറയില്ല. വല്ല അമലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അവരിൽ ഉണ്ടാകാം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് സിഫത്തുൽ ഖനാഅത്ത് പൂർത്തിയാകുന്നത്. ഹിർസ്, സമ്പത്തിനോടുള്ള അധിക അലച്ചകൾ, തമഅകൾ, അതിനുള്ള മരുന്ന് അതാണ്. ഇത് മൂന്നും നേടിയെടുക്കലാണ്. ഒന്നാമത് പറഞ്ഞതിൽ നിന്നിട്ട് അൽ-ഇഖ്തിസാദു ഫിൽ മഈശ, മജ്മൂഉ ദാലിക ഖംസത്തു ഉമൂറാണ്. 5 കാര്യങ്ങളിൽ ഒതുങ്ങുന്നു. ഒന്ന് അൽ അമൽ, അൽ-ഇഖ്തിസാദു ഫിൽ മഈശ, ജീവിതത്തിൽ ഒരു മിതത്വം പാലിക്കുക. നമുക്കൂടെ എങ്ങനെ ജീവിക്കാം? അടിച്ചു പൊളിച്ച് ജീവിക്കാം. എത്ര സമ്പത്തുണ്ടായിട്ടും അത് ഒരാൾക്കും കൊടുക്കാതെയും ആവശ്യമുള്ളതായിട്ട് ചെലവഴിക്കാതെയും അങ്ങനെ ഒരു വളരെ പ്രയാസപ്പെട്ട മുതലിന്റെ ജീവിതം ജീവിക്കാം. അതല്ല വേണ്ടത്. അല്ല ജീവിതത്തിൽ ഒരു മിതത്വം, അവന്റെ മണീശത്ത് മിതമായിരിക്കണം. അമിതമായുള്ള ചെലവഴിക്കലില്ലാതെ വളരെ ഇടുങ്ങിയ ജീവിതവും നയിക്കാതെ അതിലൊരു മിതത്വം പാലിക്കലാണ്. ഇൻഫാഖ് ചെയ്യുന്നതിൽ മയം ചെയ്യുക. ഖനാഅത്ത് എന്ന ഇസ്സ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യമായത് അവന്റെ നഫ്സിനെ അവൻ തടഞ്ഞു വെക്കണം. സാധിക്കും പ്രകാരം പുറത്തു പോകുന്ന അബ്വാബുൽ ഖുറൂജ്, പുറത്തിറങ്ങി പോകുന്ന അവസ്ഥയെ തൊട്ട് അവൻ തടഞ്ഞു വെക്കണം. വയറുദ്ദു നഫ്സഹു ഇലാ മാ ലാ ബുദ്ദ ലഹു മിൻഹു, കൂടാതെ കഴിയാത്ത ഒന്നിലേക്ക് മാത്രം അവന്റെ ശരീരത്തിനെ അവൻ പുറപ്പെടുവിക്കണം. അവന്റെ പുറപ്പെടൽ അധികരിച്ചാൽ ചെലവഴിക്കൽ പിന്നെ അങ്ങനെ വിശാലമായി ആയാൽ ഉള്ളത് കൊണ്ട് തൃപ്തിയടഞ്ഞ് ജീവിക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയില്ല.
അങ്ങനെ സാഹചര്യങ്ങൾ അവനെ കൂടുതൽ ചെലവഴിപ്പിക്കും. പലതും കാണും, പലതും ചെയ്യേണ്ടതും കാണാൻ വാങ്ങുന്നതും ഇങ്ങനെ പലതും അവനെ കൂടുതൽ ചെലവഴിക്കുന്നതിലേക്ക് പുറപ്പെടുവിക്കുന്നതാണ്. അപ്പൊ സാധിക്കുന്ന അവസ്ഥയിൽ അവന് കനാറ്റ് മുറുകെ പിടിക്കണമെങ്കിൽ പുറത്തു പോകൽ എന്നതിന് നിയന്ത്രണം എടുക്കണം. നല്ല സൂപ്പർ മാർക്കറ്റാണ് കയറിയാൽ കാണാൻ പലതും ഒക്കെ ഉണ്ടാവും. കുട്ടികളെയും കൊണ്ടാ പോയാൽ തീർച്ചയായിട്ടും കാണേണ്ട പലതും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ വാങ്ങിക്കൂട്ടി റോഡ് മോഡ് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ പരസ്യം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ പരസ്യം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ കാണാം. അപ്പൊ അത് വാങ്ങിയതൊക്കെയല്ല. അപ്പൊ ഒരുപാട് കുറുചുകളെ ബന്ധ ചെയ്യാം. അപ്പോഴേ നമ്മൾ അനാഴത്തിലേക്ക് എത്തുകയുള്ളൂ. ആവശ്യമുള്ളതിൽ മാത്രം ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ ആവശ്യമില്ലാത്ത പല രംഗങ്ങളും നമ്മുടെ മുന്നിൽ എത്തിപ്പോഴും അതിന് തൊട്ടൊക്കെ നഫ്സിനെ ബന്ധു ചെയ്യണം. എങ്ങനെ നമ്മൾ ചെലവഴിക്കും? നമുക്ക് അത്യാവശ്യമുള്ള പൈസ ഈ കാലം വേറെ വിജയത്തിന് പോയാൽ എത്ര നേരം ഉണ്ടാവും അങ്ങനെ അല്ലേ? വളരെ അത്യാവശ്യത്തിന് എടുത്ത് വെച്ച പൈസ അതിന് കണ്ടപ്പോൾ വാങ്ങാൻ തോന്നില്ല. ആട് വാങ്ങി വെളിയിൽ കൊണ്ടുപോകുമ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും അതിന് വലിയ വഴിയൊന്നുമില്ല. എത്ര സംഗതികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊരു പോയിന്റാണ്. എഴുത്ത നഷ്ടമില്ല മാലാപത്തിനൊന്നും കൂടാതെ കഴിയാത്ത ഒന്നിൽ മാത്രം അവന്റെ ശരീരത്തിനെ ബന്ധിക്കണം. ഒമൻ തതുറ ഹുറൂജുഹു പുറത്തു പോകൽ അധികരിച്ചാല് ഒത്തസായി ഇൻഫാഖുഹു ചെലവഴിക്കൽ വിശാലമാകും. പിന്നെ ഉള്ളതുകൊണ്ട് ജീവിക്കാത്ത സംഗതികൾ നടക്കില്ല. ഉറപ്പല്ലേ? ഉള്ളതുകൊണ്ട് ജീവിക്കാൻ നടക്കില്ല. വല്ലിക്കാല മഹിത നമ്മളൊന്ന് തിരിച്ചു നോക്കാം. ഒറ്റ ഒരു ജീവിതമാണ്. നമ്മളൊരു വാഴി അല്ലെങ്കിൽ ഒരു കുട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുക. എന്നാൽ അവിടെ എന്തെങ്കിലും അവന് ഒരു വസ്ത്രം തന്നെ കൊടുത്ത് അത് കഴുകി വീണ്ടും വൃത്തിയാക്കി അവന്റെ ശരീരത്തിലിട്ട് അങ്ങനെ ജീവിക്കാൻ കഴിയില്ലേ? ഇവിടെ കഴിയില്ല എന്നുള്ളത് പറയുന്നത് സുഖം ചിന്തിച്ചാണ്. ഗൾഫിലെ ജീവിതം എന്താ? ആ റൂമ് ഒരു കട്ടില് നേരെ കട്ടില്ലേ, കട്ടിക്കെട്ട കട്ടില് അവ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലേ അവർക്ക്? വസ്ത്രം വളരെ വിവിധമായ ജീവിതം. ഞാൻ ഗൾഫ് പോയിട്ട് ഇനി മേലെത്തി പഠിക്കില്ല എന്ന് പറഞ്ഞു പോകുന്ന നല്ല കാരണതാണ്. എന്താ കാരണം? ഞാൻ കണ്ടതാണ് അട്ടിക്കിട്ട കട്ടില. അതിൻ്റെ എത്ര ചെറിയ റൂമിലാണ് 4-5 ആളുകൾ താമസിക്കുന്നതെന്ന് അറിയാം. വലിയ പാക്ക് ചെയ്യലോട് കൂടിയാണ് മേലെ കട്ടി. ഇങ്ങനെ പ്രയാസപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നുണ്ട്. അതിനൊരു കള്ളിയും കൊണ്ടും ഒരു തോട്ടം കൊണ്ടും ആ റൂമിൽ എത്തുമ്പോഴും റൂമിന്റെ പുറത്തിറങ്ങുമ്പോൾ പുറത്തു പോകുമ്പോഴാണ് ഒരു വേദന. ജോലിക്ക് പോകുന്ന സമയത്ത് അതിൻ്റെതായ വസ്ത്രം, ആ ഒരു സമയത്ത് മാത്രമേ നല്ലൊരു വസ്ത്രം അണിയുന്നുള്ളൂ. സമയത്ത് കാണില്ല. ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് വെള്ളം എന്താ അറിയാം, 1.5 ചെരുപ്പും ചുവന്ന വാച്ചും ആ ടൈ കെട്ടി അല്ലെങ്കിൽ ആ വേണ്ട സൂട്ടൊക്കെ ഇട്ട് നടക്കാൻ കണ്ട മലയാളിമാരാന്ന് വിചാരിച്ചു. അവരെ ജീവിതം അവിടെ പോയി കാണണം. ഒരു ഗൾഫുകാരൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോയി കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഖനാഅത്ത് എന്ന് പറഞ്ഞ വാവ് നമുക്ക് കഴിയും, നടപ്പിലാക്കാൻ കഴിയും. പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ നമുക്ക് ആ ഖനാഅത്തൊക്കെ പിന്നെ വ്യാപകമായ ചെലവഴിക്കലും വ്യാപകമായ വാങ്ങിക്കൂട്ടലും ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുകയാണ്. നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞത്. നിയന്ത്രിക്കണം എന്നാൽ ഖനാഅത്ത് ഉണ്ടാക്കാൻ കഴിയും. ഓരോ ഒരൊറ്റ വസ്ത്രമോ ഒരു പരുക്ക വസ്ത്രം എടുത്തിട്ട് നിൽക്കാൻ കഴിയും ഒരാൾ ഒറ്റക്കാണെങ്കിൽ. എത്തനായിട്ട് താഴെക്കാനാ ഏത് ഭക്ഷണങ്ങളും മതിയാക്കും അല്ലേ? ഇന്നലെ രാത്രി കത്തെച്ച റൊട്ടിന്റെ കഷ്ണം ബാക്കിയുണ്ടോ, ഇന്നത്തെ കറി ബാക്കിയുണ്ടോ, ഇന്ന് പുതിയത് ഉണ്ടാക്കാനാവില്ല. അജി പറയില്ലെങ്കിൽ അങ്ങനെ എന്ത് ഇന്നലത്തത് മതി. ആ റൊട്ടിന്റെ കഷ്ണവും ഈ ഒരു കറിയും കൂടി, ഇതാണ് ഖനാഅത്ത് കൊണ്ട് ജീവിക്കണം എന്നൊരാൾക്ക് ഉദ്ദേശിച്ചാൽ കഴിയും. കൂട്ടാനും മറ്റു മക്കളൊക്കെ സാധിക്കുന്നതത്ര കുറക്കും. അവന്റെ
അവന്റെ ശരീരത്തിന് അതിൻ്റെ മേലിൽ അവൻ ഉറപ്പിച്ചു നിർത്തും. ഒരു പരാതിയില്ല, ഒരു വിഷമോട് തോന്നുന്നില്ല, അതൊക്കെ മതിപ്പോ എന്നോർത്തെത്തും. ഒഴിയാലും കുട്ടിയോടും മറ്റൊക്കെ നമ്മുടെ കൂട്ടത്തിൽ അവിടെ ഉണ്ട് നിൽക്കുക. പുല്ലുവാഹിനില കതിരി എല്ലാവരും ഇതിലേക്ക് കൊണ്ടുവരും. നമ്മൾ കുട്ടികൾ അവിടെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പെണ്ണുങ്ങളെ കുട്ടികളെയൊക്കെ ആക്കും. നമ്മള് ഇവിടെ കഴിഞ്ഞൊന്നും വഴി കഴിയുന്നില്ല. ഇതൊക്കെ നേടിയെടുക്കാൻ വളരെ ചെറിയ ഒരു പരിശ്രമം ഉണ്ടായാൽ മതി. നടന്നല്ലോ ജീവിതത്തിൽ നൃത്തം ബാധിക്കാനും കഴിയും. ഇതാണ് നമ്മൾ പറഞ്ഞ അനായത്തി. കഴിയൂലെന്ന് വിചാരിക്കണ്ട. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് അവതരിപ്പിച്ചത്. സാധിക്കും, നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ അനായത്തിൽ കഴിയും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഫാഖിന്റെ ഇഫ്ഖാണ്. അങ്ങനെ ചെലവഴിക്കുന്നവർക്കൊരു മയം. തങ്ങൾ പറഞ്ഞു, ഈ ഹദീസിനെ ആസ്പദമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും മയം ഉദ്ദേശിക്കുന്നുണ്ട്, അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് പെങ്ങളെ ജീവിതം. നമ്മൾ ആ ജീവിച്ച ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നിട്ട് പറയുന്ന രണ്ടാമതായി മിതത്വം പാലിച്ച് ജീവിച്ച ഒരാൾ ഒരിക്കലും പതിവാവില്ല. മൂന്നാമത്തെ ഹദീസ് മൂന്ന് കാര്യങ്ങൾ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. മൂന്ന് കാര്യം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്ന അർത്ഥം. ഒന്ന് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹനെ പേടിക്കുക. പരസ്യത്തിലാണ് കാണുന്നതെന്ന് വിചാരിച്ച കുറെ തെറ്റൊക്കെ നമ്മൾ ചെയ്യാതിരിക്കും. രഹസ്യത്തിൽ വേണമെങ്കിൽ അത് പലരും ഒന്നു പോകും. അപ്പൊ ഒന്നാമത് അവൻ സൂക്ഷിക്കേണ്ടത്, രക്ഷപ്പെടണമെങ്കിൽ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടി. അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം. ഞാനിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഒറ്റക്കാണെങ്കിലും എൻ്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നൊരു ബോധമാണ് നമ്മളെ അവരെ നയിക്കേണ്ടത്. അതൊരു ശരീരത്ത് കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത് ചെറുപ്പത്തിലേക്ക്. അപ്പോ ഇത് പറഞ്ഞ് രണ്ടാമത്തെ രണ്ട് കോഴിനെ കൊടുത്തുകാണ്ട് ഇത് അർത്ഥ മാനം ചെയ്തിട്ടുള്ള ആരും കാണാത്തവർക്ക് കാണുന്നു, ആരും കാണാത്തവർക്ക് കാത്ത് റെഡിയാക്കുന്നുണ്ട്. ഒരാളും ചെയ്ത് കുറച്ചാണ് പോയായിട്ട് മറു അങ്ങോട്ടൊന്നും നോക്കിയാൽ ആരും കാണാത്തത് നൽകണ്ട് അയാളോടെ കേട്ടവർക്ക് വേണ്ടതാണ് ശരിയാക്കിയ. മറ്റേയാൾ കുറേ പോയി കുറേ തിരിച്ച് പോയിനെ വിളിച്ചു ആരും കാണാത്ത സ്ഥലം ഞാൻ കണ്ടില്ല. എവിടെ ചെന്നാലും അള്ളാഹുവിന്റെ നോട്ടമുണ്ട്. അള്ളാഹുവിന്റെ ഒരു നോട്ടം ശരിയാക്കിയിട്ട് എനിക്ക് ആരും കാണാത്ത സ്ഥലം എന്നാണ് എത്തിക്കാൻ ഈ ഭൂമിയിൽ കഴിയുന്നില്ല. എനിക്ക് ധരിക്കത്ത് തരാറുണ്ട് മറ്റൊരാളോട് പറയുകയോ. കാരണം അവന് രഹസ്യത്തിൽ തെറ്റ് ചെയ്യുക എന്നതിൽ നിന്ന് ഇവൻ ഒഴിഞ്ഞിക്കാൻ കഴിയൂല. രഹസ്യം ഓരോരുത്തരും എന്താ മനുഷ്യൻ കാണാത്താണ് രഹസ്യം. അവിടെ ഈ വീക്ഷിക്കുന്ന മറ്റൊരുത്തനുണ്ട് എന്നൊരു ബോധമാണ് നമ്മൾ നയിക്കേണ്ടത്. അതാണ് ആ പറഞ്ഞ വായനയുള്ളത്. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ പേടി വേണം. ഐശ്വര്യമുള്ള നേരത്തും ദാരിദ്ര്യത്തിന്റെ നേരത്തും ചെലവഴിക്കുന്നവർക്കൊരു മിതത്വം വേണം. അത് രക്ഷപ്പെടുത്തുന്ന സംഗതിയാണ്. ഉണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് കാട്ടിക്കൂട്ടലല്ല. അവിടെ മിതത്വം വേണം നമുക്ക്. മൂന്നാമത്തത് ഒന്നും മനസ്സിലായെങ്കിലും കേൾക്കുന്ന സമയത്ത് കൂടി നല്ല തൃപ്തിയുടെ സമയത്തും ഓറവിന്റെ സമയത്തും നീതി, നല്ല സന്തോഷത്തിന്റെ സമയത്തും നീതി നടത്തുക
ദേഷ്യം വന്നാലാണ് നീതിക്കെതിരെ പറ്റിയത്. അവിടെ പിന്നെ കാട്ടിക്കുന്നതിന് അതൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അകത്താണ് ഭാര്യയോട് പെരുമാറുന്ന നല്ല നിറള്ള നേരം ഉണ്ടാവോടെ കുറച്ച് ദേഷ്യം വരുന്ന നേരം ഉണ്ടാവും. നിറള്ള നേരത്തൊക്കെ നല്ല മട്ടായിക്കാർക്ക് കുഴപ്പമുണ്ടാവും. ഒന്ന് ദേഷ്യം കൊണ്ട് പിടിച്ചേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാട്ടിക്കുന്നതിന് കണക്കൊന്നുണ്ടാവും. അത് കുട്ടികളെ അടിയിൽ വെച്ചിട്ടാണെന്ന് അന്നുണ്ടാവില്ല. അതൊരു ഭാര്യനെ എന്തെങ്കിലുമൊക്കെ അടിക്കുക അല്ലെങ്കിൽ ചീത്ത പറയുക ഉണ്ടാകാൻ പാടില്ല. അൽ അതിൽ അതാണ് പോയത്. സന്തോഷത്തിന്റെ സമയത്ത് നീതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു പദം ദേഷ്യത്തിന്റെ നേരത്ത്. അതുകൊണ്ടിട്ടാണല്ലോ എന്ത് വാക്കാണ് പ്രയോഗമാണ് ഒരു കാതിമീനൽ നയ്യുന്നത്. ദേശത്തെ കടിച്ച് പിടിക്കാൻ കഴിയുന്നതാണ്. ദേഷ്യം ഉണ്ടാവും. ദേഷ്യം വേണം മനുഷ്യന്. മനുഷ്യന് നല്ലത്. തെറ്റുകൾ ചെയ്യപ്പെടുന്ന സമയത്ത് അതിനോട് വെറുപ്പുണ്ടാകണമെങ്കിൽ ദേഷ്യം എന്ന സംഗതി നമ്മൾ അള്ളാഹുവിനെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും നമ്മൾ തെറ്റിനോട് വെറുപ്പുണ്ടാകും. അതേ സമയത്ത് നമുക്ക് അനീതി വരുമോ എന്ന് തോന്നുന്ന നേരത്ത് ദേശത്തെ ഒതുക്കി നിർത്താൻ കഴിയും. പിടിച്ചു നിർത്തിയിട്ട് അവിടെ നമ്മൾ അല്പസമയം നമ്മളെ നഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട് പിടിച്ചിടാം. കുറച്ച് കഴിയുമ്പോൾ ആർക്കാവും. എന്തൊക്കെയോ ചെയ്യാൻ തോന്നിയിരുന്നു, അടിക്കാൻ തോന്നിയിരുന്നു, പുറത്താക്കാൻ തോന്നിയിരുന്നു, ഒക്കെ തോന്നിയിരുന്നു. ആ ഒതുക്കി നിർത്തിയിട്ട് കുറേ സമയം കഴിഞ്ഞ് നോർമലാണ് നേരത്തെ തോന്നും. ചെയ്യാതിരുന്നത് നന്നായി എന്ന് തോന്നുന്ന സമയങ്ങളാണ് എന്ന് പറയുന്നതിന് അനന്തരഫലം. അപ്പോൾ അവിടെയും നീതി, ഓതപ്പിന്റെ നേരത്ത് നീതി നടപ്പിലാക്കേണ്ടതാണ്. ഇത് നടപ്പിലാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? നബി എന്ന് കേൾക്കുന്നത് ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇനി നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ് എന്റെ നാവിലൂടെ നിങ്ങളിലേക്ക് വരുന്നത്. തങ്ങൾ പറഞ്ഞു മിതത്വം പാലിക്കല്, നല്ല ചര്യ, നല്ല ഒരു അവസ്ഥ ഒരു മനുഷ്യനെ വളർത്തിയെടുക്കല്, നല്ല ഒരു സന്മാർഗത്തിന്റെ വഴി സ്വീകരിക്കല്. ഇതൊക്കെ നുബുവ്വത്തിന്റെ 20 ചില്ലാനം ശാഖകളുണ്ട്. നബിമാരുടെ കുലുത്താണ്, നബിമാരുടെ കുലുത്താണ്. അതിൽ നിന്നുള്ള ഒരു കുലുത്താണ് നമ്മൾ നബിമാര് അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. 20 ചില്ലാനം ശാഖകൾ അതിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളാണ്. നടപ്പിലാക്കിയാൽ നമ്മളുടെ രൂപത്തിന്റെ ആശയം നമ്മളിൽ വന്നു. മിതത്വം പാലിച്ചാൽ അല്ലാഹു അവന് വില കൊടുക്കും, ഐശ്വര്യം കൊടുക്കും. അമിതമായിട്ട് അങ്ങ് ചെലവഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫഖ്റേയുള്ളൂ, ദാരിദ്ര്യം. കല്യാണത്തെ ചെലവാക്കിയാൽ ഒരു കല്യാണമൊക്കെ ഉണ്ടാകുന്ന നേരത്ത് അങ്ങോട്ട് കാട്ടിക്കൂട്ടിയുള്ളതൊക്കെ പാടെ അങ്ങോട്ട് ചെയ്താൽ പോകേണ്ട, അതും ഇല്ലാതെക്കണ്ട, അതും ഇല്ലാതെക്കണ്ട. ഇതൊക്കെ എന്തിനാണ്? അങ്ങനെ അങ്ങ് ചെയ്തു നോക്കുമ്പോൾ ഉണ്ടാവാൻ കടത്തിലാണ്. ഈ കടം വീട്ടാൻ എത്ര ടെൻഷൻ അടിക്കണം. അപ്പോൾ ഒരാള് മിതത്വം പാലിച്ചിട്ടില്ല എങ്കിൽ, മിതത്വം പാലിച്ചിട്ടില്ല, അമിതമായി ചെലവഴിക്കുന്ന ഒരവസ്ഥ സ്വീകരിച്ചാൽ ദരിദ്രനാക്കും. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി, അള്ളാഹുവിനെ നിസ്കാരം നിലനിർത്തി, അള്ളാഹുവിനെ ഓർമ്മ എല്ലാ സമയത്തും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അള്ളാഹു അവരെ മഹബത്ത് കൊടുക്കും. അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ഒരു കുടുക്കം ഉണ്ടാവും. ഇത് വേണം. ഒരു നാട്യമായി ജീവിക്കാൻ ചെയ്യാനാണ്. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹു അവനെ മഹബത്ത് കൊടുക്കുന്നതാണ്.
ينفق الساعات في جنب ماله مخافة فقر والذي فاعل الفقر. സമയങ്ങൾ മുഴുവനും ജംബിൽ മാലിൽ സമ്പത്തിനെ വലിച്ചു കൂട്ടുക ഒരുമിച്ചു കൂട്ടുക എന്നതിൽ മാത്രം ഒരാൾ ചെലവഴിച്ചാൽ എന്തി അങ്ങനെ അവൻ ഒരുങ്ങി പുറപ്പെട്ടത് മഹാപത്ത പപ്പരിയും ദാരിദ്ര്യം വരൂലേ സമ്പത്ത് ഉണ്ടാക്കാഞ്ഞാൽ എന്ന് മനസ്സിലാക്കി ഒരുങ്ങിയതാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഫഖറിനെയാണ് ഓർമ്മിച്ചത്. അതിൽ മാത്രം അവൻ മുഴുകിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം അവന് പിന്നാലെ പോകും. കാരണം സമ്പത്ത് ഇൻഫാക്ക് ചെയ്യുന്നിടത്ത് അവൻ ധാരാളിത്വം തുടങ്ങും. പിന്നെ ഫഖറും തീർച്ചയാണ് അവിടെ. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു തആലാന്റെ രണ്ട് മക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരികയാണ്. ദഹര ഇബ്ന ഖാലിദ് റസൂലുള്ളാഹി ഖാലിദ് ഇബ്നുൽ വലീദ് സൈഫുൻ മിൻ സൈഫില്ല അല്ലാഹു റസൂൽ വിശേഷിപ്പിച്ചാണ്. അല്ലാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ്. എന്തേ കാരണം? അല്ലാഹുവിന് വേണ്ടിയിട്ട് അല്ലാഹു റസൂലിന് വേണ്ടിയിട്ട് യുദ്ധത്തിൽ മുന്നേറിയ നല്ലൊരു യോദ്ധാവ്. മക്കം ഫത്തഹ് നടന്ന സ്ഥലം ഞങ്ങളവിടെ കണ്ടു. അവിടെ മൂപ്പർ നേതൃത്വത്തിൽ ഒരു ചെറിയ വരസ്ഥയിൽ നടന്നിട്ടുള്ളൂ. മക്കം ഫത്തഹിന്റെ ആ സ്ഥലത്ത് ഖാലിദ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ടവരുടെ രണ്ട് മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ തങ്ങൾ അവരോട് പറഞ്ഞതാണ്, ലാ തൈഅസ മിനൽ റിസ്ഖി, നിങ്ങൾ അല്ലാഹു നൽകാൻ ഉദ്ദേശിക്കുന്ന റിസ്ഖിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിരാശ വേണ്ട കേട്ടോ. ആമിൻ ദാമ്പത്യം ഇല്ലി ഇല്ലാതെന്നാണ് അള്ളാഹുത്താനെ എന്താണ് നമ്മളെ ഭക്ഷണം. നമുക്ക് ആ വിഷയത്തിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കാതിരിക്കൂല, ഉറപ്പാണ്. ആമിൻ ദാമ്പത്യം ഇല്ലാതെന്നായി റിസ്ഖാന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇവരോട് പറയുന്നത് ലാ തൈഅസാമിന റിസ്ഖി മാ നിങ്ങളെ തല ഉയർന്നു നിൽക്കുന്ന കാലത്തോളം അതിന്റെ വാക്കിനെ നേരം ഉദ്ദേശം എന്താണ്? നിങ്ങൾ തല പൊക്കി ഇവിടെ നടക്കുന്ന കാലത്തോളം നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേദനാകണം. റബ്ബ് നിങ്ങൾക്ക് തരാതിരിക്കില്ല. ഒരു മനുഷ്യനെ അവന്റെ ഉമ്മ പ്രസവിക്കുന്നത് ഒരു ചോര കുഞ്ഞായിട്ട് അല്ലേ? ആ അവസ്ഥയിൽ ചോന്നൊരു കളറ്, ഒരു ചെറിയ പൈതല് എന്നും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ നാമൊക്കെ മാറിയില്ലേ? ഒരു കട്ടിയുള്ള തൊലി പോലും അവന്റെ ശരീരത്തിലില്ല. എത്ര നേരത്തെ തൊലിയാണ്, ആ നിറം എത്ര ചുവപ്പാണ്. എന്നിട്ടോ പിന്നെയല്ലേ അള്ളാഹു അവന് ഈ അവസ്ഥയൊക്കെ കൊടുത്തത്. ശരീരത്തിൽ നല്ല കട്ടിയുള്ള തൊലിയായി, മാംസങ്ങൾ തിങ്ങി, അവന്റെ ശരീരത്തിൽ നല്ല മുടികൾ വന്നു, ആരോഗ്യം വന്നു. ഒക്കെ അള്ളാഹു പിന്നെ കൊടുത്തതല്ലേ. അള്ളാഹ് കൊടുത്തിട്ടല്ലാതെ ഉണ്ടാവില്ല. കൊടുക്കും. ഇതിന് കിട്ടിയ ഉറപ്പല്ലേ ചോദിച്ചിട്ടാ പറയുന്നത്. റിസ്ഖിന്റെ കാര്യത്തിൽ അള്ളാഹു തരും എന്ന് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ആരും സംശയം വെക്കണ്ട, സംശയിക്കണ്ട. നിങ്ങൾ തേടുന്നതിൽ, നിങ്ങൾ അന്വേഷിക്കുന്നതിൽ, നിങ്ങൾ ചോദിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ സമ്പത്തുണ്ടാകണമെന്ന ആഗ്രഹത്തിൽ പുറപ്പെടുന്നതിൽ നിങ്ങൾ അതും ഭംഗിയിലാണ്. എങ്ങനെ നിങ്ങൾ പാടുപെട്ട് കച്ചവടത്തിന് ഇറങ്ങി, അല്ലെങ്കിൽ ജോലിക്കിറങ്ങി, ഗൾഫിലേക്ക് പോയി, എന്ത് നിങ്ങൾ ചെയ്താലും, എത്ര പ്രയാസപ്പെട്ട് നിങ്ങൾ പോയാലും റബ്ബ് കണക്കാക്കിയതല്ലാതെ കിട്ടുകയില്ല. ദുനിയാവിൽ നിന്ന് ഒരാളും ഇവിടെ നിന്ന് അവന്റെ ആയുസ് തീർന്നു പോകൂല. അള്ളാഹു അവനെ കണക്കാക്കപ്പെട്ടത് അവനിലേക്ക് വരും. വലിയ ദുനിയാവ് മൂക്കിൽ കയറിട്ട് ഒരു മൃഗത്തിനെ പിടിച്ച മാതിരി വരുന്നതാണ്. പ്രാഥമികത്തായി ദുനിയാവ് അവനിലേക്ക് വരും. അള്ള കണക്കാക്കിയതാണെന്ന് നമ്മളിലേക്ക് എത്താതിരിക്കൂല. ഇവിടെയാണ് മറ്റൊരു ആയത്ത് കൊണ്ടിട്ട് നമ്മളെ അല്ലാഹു തആല നല്ല പോലെ സമാധാനിപ്പിക്കുന്നത്.
യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിബന്ധന അതാണ്, ഷർത്തതാണ്. കിട്ടേണ്ടത് കിട്ടും, അല്ലാഹു തരേണ്ടത് നമുക്ക് എത്തിക്കും. മൻ യത്തഖില്ലാഹ എന്ന ഷർത്ത് പാലിക്കണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹു അവനൊരു തുറസ് കൊടുക്കും. തഖ്വയിൽ ജീവിക്കണം. നിസ്കാരത്തിൽ അതിന് പോരായ്മ ഉണ്ടാകരുത്, നോമ്പിൽ പോരായ്മ ഉണ്ടാകരുത്, അല്ലാഹു പറഞ്ഞ ഇബാദത്തിന്റെ കാര്യത്തിൽ പോരായ്മ ഉണ്ടാകരുത്. അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിട്ടാണ് ദുനിയാവിന്റെ കച്ചവടങ്ങൾ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മനുഷ്യൻ മുന്നേറുന്നതെങ്കിൽ ഈ പറഞ്ഞ അല്ലാഹുവിന്റെ ഓഫർ അവിടെ ഉണ്ടാവില്ല. കുറെ പാടുപെടുന്നുണ്ട്, കിട്ടേണ്ട വഴി കിട്ടണില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഷർത്ത് പാലിച്ചെങ്കിലേ ജവാബ് ഉണ്ടാവുള്ളൂ. അല്ലാഹുവിനെ തഖ്വയിൽ ഒരാൾ ജീവിച്ചാൽ നല്ലൊരു തുറസ്, ഒരു തുറവടിപ്പാട്, അങ്ങനെയാണ്, ഒരു തുറസ് കൊടുക്കും. വിചാരിക്കാത്ത വഴിയിലൂടെ കൊടുക്കും കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ പാട് പിന്നാലെ പോകേണ്ടതില്ല. ഇത് കോയമ്പൊരു വഴക്കോട് ഞാൻ കേട്ടിട്ടുണ്ട്. നാലാമത്തെ അതങ്ങനെ അവതരിപ്പിച്ചു വന്നപ്പോൾ ഒരു പ്രശ്നം നടത്തുന്ന ഒരു മുദരിസ് അല്ലെങ്കിൽ ഒരു ആയാലും വിഘുമായി ചോരായ ഒരാൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സഹി ചെയ്യുകയാണ്. ദുനിയാവിൽ ഒരുപാട് അധ്വാനിക്കാൻ പോകാൻ കഴിവില്ലായിട്ടൊന്നുമല്ല, അറിവില്ലായിട്ടൊന്നുമല്ല. അയാൾ ഒന്നാമത്തെ നിശ്ചയിച്ചത് ദിവസാക്കാനാണ്. അയാൾക്ക് കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട്, എത്തിക്കാൻ പ്രായമായി വരുന്നുണ്ട്, മനസ്സിലല്ല വേജാറുണ്ട്, എന്താ പ്രശ്നം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങനെ പറയും, പഠിച്ചവരെ കുട്ടികളെ എത്തിക്കാനായിരുന്നു ഈ ഒരു തോസിട്ട് തരണം. അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കല്യാണങ്ങളൊക്കെ വന്ന് നിശ്ചയിച്ചു. അപ്പോൾ മനസ്സ് വേജാറ് കൂടുകയാണ്. പഠിച്ചവരെ എങ്ങനെയാണ് നടത്തുക, എങ്ങനെയാണ് നടത്തുക അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടുന്നോ ദൂരത്തുനിന്ന് ഒരാൾ ഉസ്താദിനെ അറിഞ്ഞ് അന്വേഷിച്ച് വരുന്നു. എന്തോ ഒരു കാര്യത്തിൽ ദ്വാരക്കാൻ വേണ്ടി പറയാൻ വരികയാണ്. അങ്ങനെ അവിടെ വന്ന് ഉസ്താദിൻ്റെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂർത്തിയാക്കി അവർ പോകുന്ന സമയത്ത് അവർ ആ കാര്യം കേട്ടുപോയി. രണ്ടാമത് അവർ വരുന്ന സമയത്ത് നല്ലൊരു വേഗം കുത്തിപ്പിടിച്ച് അവർ വരുന്നത്. അത് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ ആ ഓതാൻ പറഞ്ഞ ഓതി കാര്യങ്ങളൊക്കെ പൂർത്തിയായി, ഇപ്പോഴൊക്കെ സംഗതി ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. അതുകൊണ്ട് ഇതിവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചു പോകുന്നു. തുറന്നു നോക്കുന്ന സമയത്ത് മകളെ കെട്ടിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ അതിലുണ്ട്. നമുക്കെന്നാണ് കുറഞ്ഞ സംഖ്യ മതിയല്ലോ. അതാണ് മയ്യത്തത്തില്ല يجعل له مخرجا ويرزقه من حيث لا يحتسب. വിചാരിക്കാത്ത വഴിയിലൂടെ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഈ ആളുകൾ അറിയില്ല, ഏത് നാട്ടുകാരാണെന്ന് അറിയില്ല. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പൻ്റെ തീരുമാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ വിജയം കിട്ടുന്നത് അല്ലാഹു അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ ആളുകളെ മനസ്സിലെടുത്ത് കൊടുത്ത് ഇങ്ങോട്ട് എത്തിക്കും. അങ്ങനെയാണല്ലോ നമുക്ക് കാണില്ലേ, അനുഭവിക്കുന്നില്ലേ നമ്മളൊക്കെ. ഓരോ കാര്യങ്ങളും ഒരുപാട് ഇടങ്ങാറായി ചോദിച്ച് നടന്നിട്ടല്ല. ഇനി അതൊന്നും വേണ്ട നിൽക്കുക. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു മുദരിസിന് അല്ലെങ്കിൽ ഒരു ഉസ്താദിന് നമ്മളാണ്ട് അറിഞ്ഞില്ലേ, നേരത്തിലേ പറഞ്ഞിട്ടാ എന്ത് അത് ഇറങ്ങാൻ കാരണം നമ്മുടെ മനസ്സിലൊക്കെ വിട്ടു തന്നു. നമ്മുടെ കല്യാണമാണ്, നമ്മളിത് ചെയ്തു കൊടുക്കണം. അപ്പം ആ പല ആളുകളുടെയും മനസ്സിലാ ചിന്ത വന്നു. അവർ ഒരുമിച്ച് കൂട്ടി അതുണ്ടാക്കി കൊടുത്തു. ഇവിടെ പറയുന്നു, ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഒരു ഹാജത്ത് പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അയാൾ മറ്റൊരാളുടെ മുന്നിൽ കാര്യം പറയില്ല. പക്ഷേ
ഒരു തഖ്വയുള്ള മനുഷ്യനെ അവന്റെ ആവശ്യങ്ങൾ നേടാതെ പോകൂല, അത് അയാൾക്ക് നഷ്ടപ്പെടില്ല, അത് ബാക്കിതാവ് അയാളെ എത്തിക്കൂല. ഞാൻ പറഞ്ഞു പോയത് അതിനർത്ഥം വലിയില്ല, അള്ളാഹു ഇട്ടുകൊടുക്കും ഈ ഖുലൂബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. അവരൊക്കെ അദ്ദേഹത്തിലേക്ക് എത്തണം, അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം, അപ്പൊ ആവശ്യമുള്ള അയാൾക്ക് നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ആ പ്രദേശത്തുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് കൊടുക്കുകയാണ്. അവർ സംഘടിക്കുന്നു, അവർ ചെയ്തു കൊടുക്കുന്നു. വേറെ എവിടെയോ ഉള്ള ആളുകളുടെ മനസ്സിൽ അള്ളാഹു ഇയാളെ കുറിച്ച് ഒരു അറിവ് കൊടുക്കുന്നു, അവരോട് വരുന്നു, അയാളെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നു. വിചാരിക്കാത്ത വഴി കള്ളു. നമ്മൾ ദർശനത്തോട് എപ്പോഴും പറയും, ഷർത്ത് ഉണ്ടെങ്കിലേ ജവാബ് ഉണ്ടാവുള്ളൂ. നമ്മൾ നജാത്തിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതമാണ്. നമ്മൾക്ക് ഈ ഷർത്ത് എന്ന് നഷ്ടപ്പെട്ടു അപകടം വരും. ജവാബ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ തത്വവാണം മമയത്തില്ല, വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു കൊടുക്കുന്നത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല നന്ദിയിൽ ജീവിക്കണം. അൽഹംദുലില്ലാഹ് മറ്റുമല്ലായല്ലോ, പത്താമത്തെ കൊല്ലാണ് റിസോർട്ട് തുടങ്ങിയിട്ട്. ആർക്കെങ്കിലും വല്ല പരാതിയും ആരെയും ബുദ്ധിമുട്ടാക്കി പോകുന്നുണ്ടോ, ആരെങ്കിലും വിഷമിപ്പിച്ചു പോകുന്നുണ്ടല്ലോ? എന്താ കാരണം? അത് കാണാൻ ഒരു മാസം തയ്യാറെടുത്ത് അത് നിറച്ച സ്ഥലം ഭക്ഷണം കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ഗൾഫിന് വിളിക്കുന്നവരുടെ എന്തെങ്കിലും ആയിട്ട് റബ്ബർ എത്തിക്കുന്നു. എനിക്ക് ടെൻഷൻ ആ കാര്യത്തിൽ വന്നിട്ടില്ല, ഒരു ടെൻഷൻ വന്നിട്ടില്ല. റബ്ബിന്റെ ഒരു തുണ അതുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. നിലനിർത്തി പെരുമാറാവട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നമ്മുടെ ദിവസത്തിന് നന്നായി കൊണ്ടുപോകുന്നു. അൽഹംദുലില്ലാഹ്, പ്രയാസമില്ലാതെ ഇനിയും പോകണം. ഈ ഒരു പ്രകാശം നമ്മുടെ നാട്ടിൽ വന്നത് നമ്മുടെ നാട്ടിൽ വലിയ ശരിയാണ്, വലിയ സന്തോഷമാണ്. ഇപ്പോൾ രാമാന്യക്കുമാർ കിതാബുകളോട് തന്നിട്ട് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് നമ്മളവിടെ കൊണ്ടുപോയിക്കൊണ്ട് കോളേജിൽ ആവശ്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇൽമ് നെസർ ചെയ്യാൻ അതിനുള്ള വഴികളൊക്കെ അല്ലാഹുവേ നമുക്കെടുത്ത് ആ നിരക്ക് നമ്മൾ ജീവിക്കുന്നു. ഒമയത്തത്തില്ല, ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ തഖ്വയിൽ നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കണം. പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത ഒന്നും ഞാൻ പോകില്ല. അപ്പൊ പടച്ചവന്റെ നോട്ടുണ്ടാവും. ഒമയത്തത്തില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവന് നല്ലൊരു തുറസ് കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തഖ്വ നിലനിർത്തി തരട്ടെ. ആമീൻ പറഞ്ഞോളി. പറയുന്നത് അല്ലാഹു തആല നമുക്കൊക്കെ തഖ്വ നിലനിർത്തി തരട്ടെ. നിസ്കാരം, നോമ്പ്, ഇബാദത്തുകളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചിട്ടയുള്ള ജീവിതം അല്ലാഹു നമുക്ക് സമ്മാനിക്കട്ടെ. അതിനെ തുടർന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ നോട്ടവും ആ സന്തോഷത്തിന്റെ ഒരു തിരുനോട്ടവും അല്ലാഹു നമ്മിലേക്ക് എത്തിക്കുമാറാവട്ടെ. വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നമുക്ക് തരണം. അങ്ങനെ കിട്ടിയെങ്കിലേ നമുക്ക് ഉറപ്പത്തുണ്ടാവുകയുള്ളൂ, ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മളാരും മനസ്സിലാക്കുന്ന മാതിരിയല്ല. അല്ലാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പലതിലും അതുണ്ട്. വിചാരിക്കാത്ത വഴിയിൽ നമ്മൾ എത്ര സംസാരിച്ചിട്ടുണ്ടാവും, എപ്പോഴും വിചാരിച്ചിട്ടില്ല അങ്ങനെ സംഘടിപ്പിക്കുന്നുള്ളത് വലിയ സന്തോഷം. എന്ന് എത്ര അനുഭവം നമുക്ക് പറയാനുണ്ടാവും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കച്ചവടം നടന്നു കൊടുക്കുന്നത്. ഇല്ലേ, ഞാൻ വീടിൻ്റെ പണിയാകട്ടെ, നാളെ കല്യാണം നടക്കട്ടെ, എന്തൊക്കെ കാര്യങ്ങളാകട്ടെ, അതൊക്കെ വിചാരിക്കാത്ത വഴിയിലൂടെ എത്ര കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഓടിയ നൽകി കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാം കിട്ടുകയും നമ്മൾ ചില നിയന്ത്രണങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ആ നിയന്ത്രണം ഒന്നും നടന്നിട്ടുണ്ടാവില്ല. എല്ലാവരും തട്ടുകയും പടച്ചറപ്പിൻ്റെ ഒരു കണക്കുണ്ടാവും, അങ്ങനെ കണക്കേ നടക്കുള്ളൂ. അപ്പൊ ചിലത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ വിജയം കിട്ടും, ചിലത് നമ്മൾ ഒരുപാട് ഓടിയിട്ടുണ്ടാവും, അതൊന്നും വിജയിച്ചിട്ടുണ്ടാവില്ല. പടച്ചവന്റെ കണക്കേ നടക്കുള്ളൂ. അപ്പൊ എന്തായിരുന്നാലും ഷർത്ത് ഇതാണ്, അല്ലാഹുവിന്റെ തഖ്വയിൽ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയാണ് കാര്യം
അപ്പൊ ആ തത്വം മുഴുവൻ പിടിക്കുക. വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അങ്ങനെ ഓമസാരമായി നമുക്ക് തരുന്ന ആ വിവാദത്തിൽ അള്ളാഹു നമ്മെ കൊടുക്കട്ടെ. നമ്മുടെ അധ്വാനങ്ങളൊക്കെ ഹലാലായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹറാമുകൾ സമ്പാദിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാവൽ നൽകട്ടെ. നമ്മളെ മക്കൾക്ക് ഭാര്യയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അത് ഹലാലായ മുതൽ മാത്രമാകാൻ, ഖാലിസായ ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലത് ഹലാല് കഴിച്ചോ എന്നെങ്കിലേ അമല് ചെയ്യാൻ കഴിയുള്ളൂ. അമല് ചെയ്തോ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഹറാമ് തിന്ന ഒരാളിൽ നിന്നിട്ട് നിൽക്കാറുണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, ഒരു സംഗതി കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഹലാല് ഭക്ഷിക്കണം, ഹലാല് ഭക്ഷിക്കാൻ ശ്രമിക്കുക, ഹലാൽ സമ്പാദിക്കാൻ ശ്രമിക്കുക. അപ്പോഴേ സാലിഹായ അമൽ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഹൃദയത്തെ ശുദ്ധിയാക്കി തരട്ടെ. ഹറാമായ മുതലുകളിൽ നിന്ന് വല്ലതും നമ്മളിലേക്ക് എത്തിപ്പെടുന്നതിന് തൊട്ട് അള്ളാഹു കാവൽ നൽകട്ടെ. ചെയ്യുന്ന ബിസിനസ്സിൽ അള്ളാഹു വർദ്ധന ചെയ്യട്ടെ. ചെറുതാണെങ്കിലും അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ കച്ചവടക്കാരാണെന്നിരിക്കുന്നവരും എല്ലാവർക്കും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ അവർക്ക് അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. കച്ചവടത്തിൽ അള്ളാഹു റാഹത്ത് നൽകട്ടെ. ചതിപ്പെടുന്നതിന് തൊട്ട് അള്ളാഹു ഉണ്ടാക്കട്ടെ. ചതി വലിയ വിഷയമാണ്. ചതിക്കുക, കച്ചവടക്കാരനെ ചതി. എവിടൊക്കെയാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ വലിയ വാഴകളൊന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ല, വാഴ ചെയ്തിട്ട് കൊടുക്ക് വാഴ ചെയ്തുകാട്ട് കത്തന്റെ കഥ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനത്തെ മോഹങ്ങള്, നമ്മളെ മോഹിപ്പിക്കുന്ന വാഗ്ദത്തങ്ങൾ, വാഗ്ദാനങ്ങൾ ഇതിലൊക്കെ അകപ്പെട്ട് പോകുന്നതിന് തൊട്ട് അള്ളാഹു കാവൽ നൽകട്ടെ. നമുക്ക് അള്ളാഹു ഈമാനെ വർദ്ധിപ്പിച്ചു തരട്ടെ. തഖ്വയിലുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് ചായ കൊടുക്കേണ്ട സ്ഥലം വേണ്ടത് അല്ലേ? കടിയാ ചായയുടെ കടി. അൽഹംദുലില്ലാ, പ്രത്യേക കടിയെപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശരിയാക്കി കൊടുക്കട്ടെ. എന്നോട് പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്. പ്രത്യേകിച്ച് എത്തിക്കുട്ടികളല്ലാതെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം സ്ഥലമായിട്ട് സുഖാര്യത്തിൽ വന്നിട്ട് ഐറ്റിയിലേക്ക് നീ കൊടുക്കണം. ദിവസം തന്നെ ഉണ്ടല്ലോ, ഒരു കുടുംബം പിന്നെ പ്രധാനപ്പെട്ട വിഷയം മരണപ്പെട്ടു പോയി. ആ കുടുംബം യതീമുകളാണ്, അവർക്ക് വസ്ത്രം, അവർക്ക് ഭക്ഷണം, ഇതുപോലെ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ താല്പര്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് നേടുന്നുണ്ട്. അള്ളാഹു തആല രാമാജിയുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഉദ്ദേശിക്കുന്ന രോഗികളുടെ ഒക്കെ രോഗങ്ങളും അള്ളാഹു തആല ശിഫയാക്കട്ടെ. ആഫിയത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലും മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഇവിടെ ചായയും പലഹാരമൊക്കെ നൽകിയ ആളുകൾ അവർക്ക് അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. രോഗങ്ങളിൽ അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.